മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ ഛായാഗ്രഹന്മാരിൽ ഒരാളാണ് ശ്രീ ഷാജി എൻ കരുൺ. എനിക്ക് തോന്നുന്നു ഏറ്റവും സീനിയർ ആയിട്ടുള്ള പുന ഫിലിം സ്റ്റുഡിയോയിൽ നിന്ന് പാസ്സായി വന്നിട്ടുള്ള ബാച്ചിൽപ്പെട്ട ആളാണ് അദ്ദേഹം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹവും ശ്രീ മധു അമ്പാട്ടും ഒരേ ബാച്ചിൽ പുന ഫിലിം വേണ്ടി പഠിച്ചതാണ്. അവർ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു ആദ്യത്തെ സിനിമകളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. മധു അമ്പാട്ടും ഷാജി കരുൺ ഒന്നിച്ചാണ് ആദ്യത്തെ കുറെ സിനിമകൾ ചെയ്തത്. അതിനുശേഷം രണ്ട് രീതിയിലും രണ്ടുപേരും ഏറ്റവും പ്രശസ്തരായി തീർന്നു. മധു അമ്പാട്ടും എനിക്ക് ഒരു സിനിമയായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷാജി എൻ കരുൺ ഛായാഗ്രഹനുപരിയായി സംവിധായകൻ എന്ന നിലയിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. പല പല സിനിമകളും അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് സിനിമകൾ വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങൾ അദ്ദേഹം സിനിമയാക്കിയിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ശ്രീ അരവിന്ദന്റെ എല്ലാ സിനിമകളുടെയും ഛായാഗ്രഹനായിരുന്നു. ആദ്യത്തെ ഒരു സിനിമ മറ്റേ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാ സിനിമകളുടെയും ഛായാഗ്രഹനായിരുന്നു ഷാജി എൻ കരുൺ. അപ്പൊ അതുപോലൊരു വലിയ ആത്മബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അരവിന്ദൻ സാറിന്റെ മരണത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഷാജി കരുൺ സ്വന്തം സംവിധായകനായി മാറിയത്. ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെതായ സിനിമകൾ വന്നിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം എനിക്ക് കൂടുതലടുപ്പം അദ്ദേഹം കുറെ കാലം KSFDCയുടെ സ്റ്റുഡിയോ മാനേജർ എന്നൊരു പദവി പുള്ളി വഹിച്ചിരുന്നു. ആ സമയത്ത് എന്റെ പല സിനിമകളോട് ചെയ്യുമ്പോൾ പലപ്പോഴും ഞങ്ങൾ കാണുകയും എന്റെ സിനിമകളുടെ തന്നെ ഡബ്ബിംഗ് ഒക്കെ നടക്കുമ്പോൾ അദ്ദേഹം അവിടെ നീക്കുകയും അങ്ങനെയൊക്കെ ഒരു നല്ലൊരു സൗഹൃദം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്തായാലും അതൊരു വല്ലാത്ത ഷോക്കിംഗ് ന്യൂസാണ്. കാര്യം അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ സിനിമയുടെ പണിപ്പുരയിലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അത് എന്തായാലും മലയാള സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു വിയോഗം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് കാലം മുന്നോട്ട് ഒഴുകുമ്പോൾ നമുക്കിതെല്ലാം കണ്ടും അനുഭവിച്ച് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ കാലത്തിന്റെ തൊഴുക്കിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മാവിനും നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പം പ്രാർത്ഥിക്കാൻ പറ്റൂ. നമസ്കാരം. തീർച്ചയായും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ജീവിതം മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ മികച്ച സൗഹൃദങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരോടും ഒരുപോലെ ഒരേ സമീപനം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തി കൂടെയല്ലേ ഈ ഷാജി എൻ കരുൺ? തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ ആദ്യകാലങ്ങളിലാണ് അദ്ദേഹം ചിത്രാഞ്ജലി മാനേജരായിരുന്നത്. എന്റെ ആദ്യത്തെ സിനിമകളുടെ സമയത്താണ്. അപ്പൊ ഞാനൊക്കെ വെറും തുടക്കക്കാരനാണ്. അദ്ദേഹം അതിന് എത്രയോ മുമ്പ് വളരെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞ ആളാണ്. എന്നിട്ടും നമ്മുടെ തിയേറ്ററിൽ വന്നിരിക്കുക, അങ്ങനെ ഒരു സൗഹൃദം, അങ്ങനെയൊക്കെ ഒരുപാട് പല കാര്യങ്ങൾക്കും ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഒരു സിനിമയുടെ അവിടെ ചിത്രാഞ്ജലിയുടെ പാക്കേജിൽ ഒരു സിനിമ ചെയ്തപ്പോൾ ഞാൻ അവിടുത്തെ ക്യാമറ എന്ന് പറഞ്ഞാൽ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ക്യാമറയായിരുന്നു. ഞാൻ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഉടനെ ഇനിഷ്യേറ്റീവ് എടുത്ത് മദ്രാസിൽ നിന്ന് എനിക്ക് വേണ്ടി ആ സിനിമയ്ക്ക് വേണ്ടി പ്രത്യേകം ക്യാമറയൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. അപ്പൊ എല്ലാവരുമായിട്ടും വളരെ സൗഹൃദം പുലർത്തുന്ന, വളരെ മോഡേണായിട്ട് ചിന്തിക്കുന്ന, വളരെ നല്ല സിനിമകൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.